നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പലർക്കും ചിരിക്കാൻ ഭയങ്കര മടിയാണെന്ന് പറഞ്ഞിട്ടാണ് ആ പാർട്ടിയിലേക്ക് പലരും ചേരാതെ നടക്കുന്നത്. അപ്പോഴാണ് ആലപ്പുഴയിൽ ഒരു സഖാവ് തന്റെ നേതാവ് നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് പുറത്തു പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നത്. സംഗതി അവർക്ക് ചിരിക്കാൻ മടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം വടക്കു നോക്കി യന്ത്രത്തിൽ ശ്രീനിവാസൻ ഫോട്ടോയിൽ ഒച്ച വരാൻ വേണ്ടിയിട്ട് ചിരിക്കുന്ന പോലുള്ള ചിരികളൊക്കെ ചിരിക്കാറുണ്ട്. അത് പക്ഷേ സ്വന്തം പാർട്ടിക്കകത്തുള്ള അങ്ങേരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ചില കുലംകുത്തികൾക്ക് നേരെയും അതുപോലെ തന്നെ പുകഞ്ഞ കൊള്ളികൾക്ക് നേരെയൊക്കെയാണ്. ഇവിടെ ജി സുധാകരനെ പോലുള്ള അടിയന്തരാവസ്ഥ കാലം തൊട്ട് പാർട്ടി നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് വേണ്ടി നിരവധി തവണ MLA-യും ആലപ്പുഴയിൽ നിന്നും മന്ത്രിയൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തെ വെറും ഒരു പരിഹാസത്തോടു കൂടി പരിഹസിച്ച് ചിരിച്ച് പുറത്തേക്ക് പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ MV ഗോവിന്ദനൊക്കെ എതിരാളികൾക്കൊരു വലിയ മുതൽക്കൂട്ടാണ് കേട്ടോ. എവിടെയായിരുന്നു അങ്ങേര് ഇത്രയും കാലം? നമ്മുടെ ഇന്ത്യൻ റുപ്പി സിനിമയിൽ തിലകനെ നോക്കിയിട്ട് പൃഥ്വിരാജ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും കാലം? ഒരു 5 വർഷം മുമ്പൊക്കെ വന്നിരുന്നെങ്കിൽ ഈ തുടർഭരണം പോലും ഈ പാർട്ടിക്ക് കിട്ടില്ലായിരുന്നു. ഒരു പക്ഷേ MV ഗോവിന്ദൻ ഇനിയും ഒരു 5-10 വർഷം ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് തുടരാൻ സാധിക്കട്ടെ എന്നായിരിക്കും എതിരാളികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുടെ ഓരോ പത്രസമ്മേളനത്തിലും ഓരോ പരിഹാസത്തിലും എത്രയെത്ര സഖാക്കന്മാരാണ് പുറത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോ ഇതിന്റെ മറ്റൊരു വൈരുദ്ധ്യം എന്താന്ന് വെച്ചാൽ ജി സുധാകരനെ പോലെയുള്ള 19 വർഷത്തെ പാർട്ടി പാരമ്പര്യം നേതൃപാഠമൊക്കെ ഉള്ള ഈ മനുഷ്യനൊക്കെ ഇനി മറുപടി പറയാൻ വരിക KT ജലീലിനെ പോലുള്ള ചില ഇത്തിക്കണ്ണികളും പുഴുക്കുത്തുകളൊക്കെ ആയിരിക്കും. അതായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ രസമായിട്ട് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തന്നെ ജി സുധാകരൻ കമന്റ് ബോക്സ് ഒക്കെ പൂട്ടി വെച്ചിട്ടുണ്ട് പേടിച്ചിട്ട് യുവമാരെ ഭയന്നിട്ട്. അപ്പോൾ എന്തായാലും MV ഗോവിന്ദൻ അതുപോലെ പിന്നെ PK ശ്യാമള ഇവരൊക്കെ കുറച്ച് ദീർഘകാലത്തേക്ക് ഈ പാർട്ടിയെ നയിക്കാൻ സാധിക്കട്ടെ എന്നാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. അപ്പൊ നല്ലത് വരട്ടെ, വീണ്ടും നല്ലത് വരട്ടെ. ലാൽ സലാം.